ഹലോ, എല്ലാവർക്കും സിമ്പിൾ ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ബിജേട്ടൻ്റെ സാന്റിയാഗോയിലുള്ള അവരുടെ വീടും അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെയാണ്. ഞാനങ്ങനെ അത്ര നന്നായിട്ട് വീഡിയോ എടുക്കുന്ന ആളൊന്നുമല്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ഐഡിയ കിട്ടും. നമുക്കപ്പോൾ ഹോം ടൂർ ആരംഭിക്കാം. നമ്മൾ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഗാരേജ് സ്പേസിലൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ ഗാരേജ് കാണുന്നത്. കുറേ ടൂൾസും ഗാർഡൻ ടൂൾസ്, പിന്നെ കുറേ സ്റ്റോറേജ് ഐറ്റംസ്, ബോക്സുകൾ, പിന്നെ വാട്ടർ ക്യാൻസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ കയറി കഴിഞ്ഞാൽ ഒരു എൻട്രൻസിലേക്കാണ് എത്തുന്നത്. ഈ കാണുന്ന ഹോൾവേ അല്ലെങ്കിൽ ഈ ഒരു സ്പേസാണ് ഈ ഗാരേജ് സ്പേസിലൂടെ നമ്മൾ കയറുമ്പോൾ വരിക. അവിടെ ഇത് പഴയ ഫോട്ടോ ആണ്. ഇപ്പോൾ അവിടുത്തെ സ്പേസ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ റൂമിലേക്ക് കയറുന്ന സൈഡിലായിട്ട് നമുക്കൊരു ടോയ്ലറ്റ് ആൻഡ് ബാത്ത് ഫെസിലിറ്റി ഉണ്ട്. ഇവിടെയുള്ള എല്ലാ ബാത്റൂമുകളിലും ഇങ്ങനെ ഒരു എൻട്രൻസിൽ ഒരു ഡ്രൈ ഏരിയയും അവിടെ നമുക്ക് മേക്കപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ വെറ്റ് ഏരിയയാണ് ഉള്ളത് കേട്ടോ. അവിടെ ബാത്ത് ടബും ടോയ്ലറ്റും ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് എല്ലാ ടോയ്ലറ്റുകളും ബാത്റൂമുകളും ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ബെഡ്റൂമും കൂടി ഉണ്ടായിരുന്നു. ഇതാണ് കയറി വരുന്ന ഹോൾവേ. അവിടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്. ഒരു ഈശോയുടെ രൂപം വെച്ചിട്ടുണ്ട്, പിന്നെ ഫയർ പ്ലേസ് ഉണ്ട്, അവിടെ ഫയർ വുഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല വെൽ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസാണിത്. ഈ ലിവിങ് സ്പേസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കിച്ചൺ വരുന്നത്. അതുപോലെ ഡൈനിങ് സ്പേസും അവിടെ തന്നെയുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അവിടെ എല്ലാ വിധ എക്യുപ്മെൻറ്റ്സും സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. കിച്ചൺ കൗണ്ടർ ടോപ്പിലെ കേക്ക് മിക്സർ, ഫ്രൂട്ട് ബോള്, അതുപോലെ റൈസ് കുക്കർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം 5 ഹോബുള്ള ഒരു സ്റ്റൗ ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ബാക്കി യൂട്ടിലിറ്റി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. കെറ്റില്, ടോസ്റ്റർ, പിന്നെ മൈക്രോവേവ് ഒക്കെ വാൾ മൗണ്ടഡ് ആണ്. അതുപോലെ ഫ്രിഡ്ജും വാൾ മൗണ്ടഡ് ആയിരുന്നു. അതിൻ്റെ ഒരു സൈഡ് റെഫ്രിജറേറ്ററും മറ്റേ സൈഡ് ഫ്രീസറാണ്. പിന്നെ ഓവൻ ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ഇതൊരു അടിപൊളി ട്രാഷ് ക്യാൻ ആണ്. ഫുഡ് ഓപ്പറേറ്റഡ് ആണ്. മാത്രമല്ല അതിനകത്ത് പ്രസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറേ വേസ്റ്റ് ഈ ഒരു ബാഗിനകത്ത് തന്നെ കൊള്ളും. ഇതൊരു പാൻട്രി ആണ് കേട്ടോ. നേരത്തെ കണ്ട ഡൈനിങ് സ്പേസ് അല്ലാതെ ആക്ച്വലായിട്ട് ഒരു സെപ്പറേറ്റ് ഡൈനിങ് സ്പേസ് അവൈലബിൾ ആണ്. അവിടെ നമുക്ക് 8 ചെയറൊക്കെ ഇടാൻ പറ്റിയ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷാൻഡലിയനായിരുന്നു കേട്ടോ ഇത്. ഡൈനിങ് സ്പേസിൽ നിന്ന് പിന്നെ പോകുന്നതാണ് മെയിൻ ആയിട്ടുള്ള ലിവിങ് ഏരിയ. ഈ സ്റ്റെയർ കേസിൻ്റെ സൈഡിലായിട്ട് കോട്ടുകളൊക്കെ ഇടാനായിട്ടുള്ള ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. മുകളിലത്തെ നിലയിൽ 4 ബെഡ്റൂമും 2 ബാത്റൂമാണുള്ളത്. ഇങ്ങനൊരു കോമൺ സ്പേസ് ഉണ്ട്. ഈ ഒരു കോമൺ സ്പേസിൽ ഇവരൊരു ഫാമിലി ചില്ലിങ് ഏരിയ ആയിട്ടാണ് കേട്ടോ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ ജിമ്മിനുള്ള സൗകര്യങ്ങളും അല്ലെങ്കിൽ പ്രൊജക്ടർ, ഫിലിം കാണാനൊക്കെ ആയിട്ട് ഒരു ഫാമിലി ഗാദറിങ് സ്പേസ് ആണ് കേട്ടോ ഇത്.
ഇതൊരു ബെഡ്റൂമാണ്. ഇത് ലോണ്ട്രി ഏരിയ ആണ്. അവിടെ ഒരു സിങ്കും വാഷിംഗ് മെഷീനും ഡ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വേറൊരു ബെഡ്റൂമാണ്. ഇത് മുകളിലുള്ളൊരു കോമൺ ബാത്റൂമാണ്. ഈ റൂമിലാട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഉറങ്ങിയത്. എൻ്റെ ലഗേജ് ട്രോളിയാണ് കേട്ടോ വലിച്ചു വാരി ഇരിക്കുന്നത്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ ഈ ഒരു വാക്ക് ഇൻ ക്ലോസറ്റ് കൺസെപ്റ്റ്. നമ്മൾ കബേർഡ്സിലെ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കുന്നതിനേക്കാളും ഈ ഒരു ഫെസിലിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ ഈ വീട്ടിലുള്ളത്. ഇതിൽ 2 എൻട്രൻസുകളുണ്ട് കേട്ടോ. അതിലൊരു എൻട്രൻസ് ഒരു വർക്കിംഗ് സ്പേസ് ആണ്. അവിടെ ഒരു സോഫ ഫെസിലിറ്റീസൊക്കെ ഇടുകയാണെങ്കിൽ നമുക്കൊരു സ്റ്റഡി സ്പേസ് ആയിട്ട് അത് യൂസ് ചെയ്യാം. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ബാത്ത് ടബ് ബാത്റൂം ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതും നല്ല സ്പേഷ്യസ് ആണ്. അതിനോട് ചേർന്ന് തന്നെ നല്ല വലിയൊരു വാക്ക് ഇൻ ക്ലോസറ്റ് ഉണ്ട്. അതും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്പേസ് ആണ് കേട്ടോ. ഇതാണ് ഇവരുടെ വീടിൻ്റെ മെയിനായിട്ടുള്ള എൻട്രൻസ്. ഇത് ബാക്ക് ഗാർഡൻ. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. താങ്ക് യു.